മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അപ്ഡേറ്റ്സ് ഒക്കെ അറിയാമെന്ന് വിചാരിച്ച് നമ്മൾ മലയാളം ന്യൂസ് കാണാമെന്ന് വിചാരിച്ചാൽ അവിടെ കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് കേൾപ്പിച്ച് കാണാം. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം. എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന. അതായത് മെസ്സി എന്ത് ചെയ്യാം, 89ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ബോക്സിലേക്ക് കയറുമല്ലോ. അപ്പോൾ അവിടുത്തെ കമൻറ്റേറ്റർ ആവേശമാണ് ഇവർക്ക്. എന്താ ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. സത്യം, മലയാളം ന്യൂസ് ചാനലുകാരെ മാത്രം വിശ്വസിക്കാൻ പാടില്ല. അതായത് എന്തായാലും വേറൊരാളുടെ ദുരിതം പോലും ഇവർ എത്ര അല്ലേ കച്ചവടമാക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക, റോഡ് സൈഡിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന രീതിയിലാണ് ഇവർ. നമ്മളിതൊക്കെ കണ്ട് പേടിച്ച് നമ്മൾക്ക് എന്തായാലും ഗൾഫിൽ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു പരിചയക്കാരനില്ലാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. നമ്മൾ പേടിച്ചിട്ട് അവർക്ക് മെസ്സേജ് അയക്കി നോക്കുമ്പോൾ പറയണത് നിങ്ങൾ വേറെ എന്തുണ്ടെങ്കിലും ചെയ്തു, ഈ മലയാളം ന്യൂസ് മാത്രം കാണരുത്, അവർ പറയുന്ന പോലത്തെ ഒരു സംഭവം ഇല്ല എന്നാണ്. ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാന്നല്ലാതെ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്, മിസൈൽ അറ്റാക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവർ എന്താണ് പൊലിപ്പിച്ച് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വേറെ ആൾക്കാരെ റീലൊക്കെ കണ്ടു. അതായത് രാത്രി ഇരുന്നിട്ട് അച്ഛനും അമ്മയൊന്നും ഉറങ്ങാതെ അവരെ വിളിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇവരെ കാര്യം ആലോചിച്ചായിരുന്നു, മറ്റേ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്നൊക്കെ പറഞ്ഞു. അതന്നെ, പണ്ട് അതെ ഒരു വട്ടത്ത് അതായിരുന്നു, ഡാം പൊട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഈ പറയുന്ന ആവേശം നോക്കടാ. ശരിക്കും ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കമന്റേറ്റർ ഇല്ലേ, അത് പറയണ പോലെ നമ്മൾ പെനാൽറ്റി ബോക്സിൽ ഇപ്പൊ ഗോൾ അടിക്കും എന്ന് പറഞ്ഞിരുന്നുണ്ടല്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ പറയുന്നത് ഇവര് കൊതിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും അവിടെ യുദ്ധം ഉണ്ടാവണേ, കൂടുതൽ ആൾക്കാർക്ക് ദുരന്തം വരണേ, ഞങ്ങൾക്ക് ഇല്ലേ ഒരു സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ആൾക്കാർ മരിച്ചതിന്റെ എണ്ണം മറ്റൊരാൾ എക്സ്ട്രാ നമുക്ക് പറയാൻ പറ്റണേ എന്നുള്ള രീതിയിലായിരിക്കും ഇവരുണ്ടാവുന്നത്. അല്ലാതെ ആൾക്കാരോടുള്ള കൺസേൺ ഉണ്ടോ, അവിടുത്തെ കാര്യങ്ങൾ നാട്ടിൽ അറിയിക്കണം എന്നുള്ളത് ഇഷ്യൂസ് ഒന്നുമല്ല. സത്യം, ലൈക്ക് അറിയാലോ, നമ്മൾ പ്രവാസികളുടെ കാര്യം അറിയാലോ. കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് വിമാനം കയറി പോണവരാണ്. അപ്പൊ ഇത് സംഭവം എന്താണ് വലിയ ഇഷ്യൂ ഒന്നും ആവാതിരിക്കട്ടെ. ഇത് റിയൽ സിറ്റുവേഷൻ തന്നെയാണ്. അതിന്റെ സീരിയസ്നെസ് ഞാൻ കുറെ ആൾക്കാർ ഇതിന്റെ മിസൈലിന്റെ വീഡിയോ എടുക്കുന്നേയും ഫോട്ടോ എടുക്കാനൊക്കെ പോണൊക്കെ കണ്ടു. എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തു. അതെ, സോ അതൊക്കെ ഇത് ഇഷ്യൂ സീരിയസ് തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്യാ, അതിനനുസരിച്ച് മുന്നോട്ട് എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ അതിനെല്ലാം കരുതി വെക്കുക എല്ലാരും. അതെ കുറച്ച് ഫുഡും വെള്ളവും ഒക്കെ. റമദാൻ മാസമാണ്, എന്നിരുന്നാൽ പോലും ഫുഡും ഇതുമൊക്കെ നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കുക എല്ലാവരും. ബാക്കി കൂടെ ഉള്ളവരും കൂടെ ശ്രദ്ധിക്കുക. വേറൊരു ഇതും കൂടെ പറയാം, നിങ്ങൾക്ക് പ്രവാസികൾ, നിങ്ങൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു കാര്യം പറയാം. ഇതുപോലത്തെ പേടിപ്പിക്കുന്ന ന്യൂസ് കണ്ടിട്ടും നിങ്ങളെപ്പറ്റി അന്വേഷിക്കാത്ത കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അളിയാ നാട്ടിലേക്ക് വരുമ്പോൾ കുപ്പി കൊണ്ടുവരണം എന്ന് പറയണേ, അവരൊക്കെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ടേക്കാം.